എന്തുകൊണ്ട് ഇത്തരമൊരു സമ്മേളനം, എന്തുകൊണ്ട് ഇത്ര കഠിനമായ പ്രതിഷേധം എന്ന ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. നാം കടന്നു പോകുന്നത് ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇന്ത്യ കടന്നുപോയിട്ടില്ലാത്ത അതിഭീഷണമായ ഒരു ദുരവസ്ഥയിലൂടെയാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലർ ഭരിച്ചിരുന്ന കാലത്ത് അവിടെ മറ്റൊരു നാട്ടിൽ നിന്ന് ഉള്ളയാൾ സന്ദർശനത്തിനെത്തി തിരിച്ചു ചെന്നപ്പോൾ അയാളോട് നാട്ടുകാർ ചോദിച്ചു, ആരാണ് ഇപ്പോൾ ജർമ്മനി ഭരിക്കുന്നത് എന്ന്. അയാൾ നിസ്സംശയമായി ഉത്തരം പറഞ്ഞു, ഭയം എന്ന്. ഒരുപക്ഷെ ഇന്ത്യയുടെ അവസ്ഥ ഇന്ന് അതിൽ നിന്ന് ഏറെയൊന്നും വ്യത്യസ്തമല്ല. ഭയം മനുഷ്യരെ നിശബ്ദരാക്കുന്നു, ഭയം മനുഷ്യരെ നിസ്സഹായരാക്കുന്നു. പക്ഷേ അതേ ഭയം തന്നെ മനുഷ്യരെ പോരാടാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാത്തരം ഭയങ്ങളെയും അതിജീവിക്കുന്ന, സ്വന്തം അതിജീവനത്തിന് വേണ്ടിയെങ്കിലും ആ ഭയങ്ങളെ അതിജീവിക്കുന്ന മഹാപ്രക്ഷോഭങ്ങളിലേക്ക് ജനങ്ങളെ തള്ളിയിടാനും അതേ വികാരത്തിന് കഴിയുന്നു എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഇത്തരമൊരു സമ്മേളനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. രാഷ്ട്രീയം അനാവശ്യമാണ് എന്ന് കരുതുന്ന ധാരാളം ആളുകളുണ്ട്. എൻ്റെ സുഹൃത്തുക്കളിലും ആ തരത്തിലുള്ള ധാരാളം ആളുകളുണ്ട്. അവരെ കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ വീണ്ടും ഇങ്ങനെ കഥകൾ അനേകം പറയാൻ കഴിയുമെങ്കിലും മറ്റൊരു കഥ ഞാൻ ഓർക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ഉദ്ധരിക്കാറുള്ള ഒരു കഥയാണ്. അത് ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരനായിരുന്ന ലൂയി അരഗങ്, അദ്ദേഹം കവിയുമായിരുന്നു, കഥാകൃത്തുമായിരുന്നു, നോവലിസ്റ്റുമായിരുന്നു, പറഞ്ഞ ഒരു കഥയാണ്. ഒരു മനുഷ്യനുണ്ടായിരുന്നു ഫ്രാൻസിൽ. അയാൾക്ക് രാഷ്ട്രീയം എന്ന വാക്കിനോട് തന്നെ വെറുപ്പായിരുന്നു, അലർജി എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയം എന്ന് കേട്ടാൽ തന്നെ അയാൾ തിരിഞ്ഞ് നടന്നു പോകും. രാഷ്ട്രീയം എന്ന വാക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും പറയാതിരിക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള ആൾക്ക് ഒരു ദിവസം ഒരു പ്രത്യേക തരത്തിലുള്ള പക്ഷവാതം വന്നു. അയാൾക്ക് സംസാരശേഷി മിക്കവാറും നഷ്ടപ്പെട്ടു. അയാൾക്ക് ആകെ പറയാൻ കഴിഞ്ഞിരുന്ന ഒരു വാക്ക് രാഷ്ട്രീയം എന്നതായിരുന്നു. ആ രാഷ്ട്രീയം എന്ന വാക്ക് പല രീതിയിൽ ഉച്ചരിച്ച് അയാൾക്ക് തൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ തന്നെ നിർവഹിക്കേണ്ടി വന്നു. ചായ വേണം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയും, കഞ്ഞി വേണമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയും. ഇങ്ങനെ പല രീതിയിൽ അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട സമയത്ത് മറ്റൊരു രീതിയിൽ അത് ഉച്ചരിക്കും. ഇങ്ങനെ ഒരൊറ്റ വാക്ക് പറഞ്ഞ് തൻ്റെ ബാക്കിയുള്ള ജീവിതം മുഴുവൻ നയിക്കേണ്ടി വന്ന ഒരാളെക്കുറിച്ചുള്ള കഥയാണ് ഈ ലൂയി അരഗങ്ങിൻ്റെ കഥ. അത് അരാഷ്ട്രീയത എത്രമാത്രം അപകടകരമാണ് എന്ന്, പ്രത്യേകിച്ച് നാം കടന്നു പോകുന്ന പോലുള്ള ഒരു കാലത്ത്, ഭീതിയുടെ കാലത്ത്, അടിച്ചമർത്തലിൻ്റെ കാലത്ത്, ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലായ ഒരു കാലത്ത്, വിദ്യാഭ്യാസം നിരന്തരമായി വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലത്ത്, ജനാധിപത്യം തന്നെ ക്രമേണ വിനാശത്തിന് വിധേയമാകുന്നൊരു കാലത്ത്, ഭരണഘടനയിലെ ഓരോ അംശങ്ങളായി ക്രമേണ നിരാകരിക്കപ്പെടുന്ന ഒരു കാലത്ത്, കോടതികൾ പോലും ഒരു ഭരണകൂടത്തിൻ്റെ അടിമകളായി പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് എത്രമാത്രം പ്രസക്തമാണ് രാഷ്ട്രീയമെന്ന്, എത്രമാത്രം അപ്രസക്തമാണ് അരാഷ്ട്രീയത എന്ന് തെളിയിക്കുകയാണ് ഒരർത്ഥത്തിൽ ഈ ലൂയി അരഗങ്ങിൻ്റെ കഥ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അനേകം ജനാധിപത്യ ധ്വംസനങ്ങളുടെ സുദീർഘമായ
പരമ്പരയിൽ 2014 മുതലെങ്കിലും നാം കാണാൻ തുടങ്ങി. അതിനു മുമ്പേ അതിൽ ലക്ഷണങ്ങളൊക്കെ കാണേണ്ടവർ കണ്ടിരുന്നുവെങ്കിലും അന്ന് മുതലെങ്കിലും നാം കാണാൻ തുടങ്ങിയ ഈ ജനാധിപത്യ നിഷേധത്തിൻ്റെ അതിഭീഷണമായ രീതിയിലുള്ള ഭരണഘടനയുടെ തന്നെ നിരാകരണത്തിൻ്റെ ഒരു അനേകം ഉദാഹരണങ്ങളുടെ ഒരു തുടർച്ചയായി വേണം ഈ പുതിയ PM ശ്രീ എന്ന സാമ്പത്തിക വിദ്യാഭ്യാസ പദ്ധതിയെയും പുതിയ വിദ്യാഭ്യാസ നയം എന്ന അതിൻ്റെ തന്നെ ഭാഗമായ വിദ്യാഭ്യാസ സമീപനത്തെയും കാണുന്നതിന്. ഇവ രണ്ടും ഒരുപക്ഷെ വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ ചേർന്നവയാണ് എന്ന് നമുക്കറിയാം, അറിയേണ്ടവർക്കറിയാം. PM ശ്രീ നടപ്പാക്കിക്കൊണ്ട് NEP നടപ്പാക്കാതിരിക്കാൻ കഴിയുകയില്ലെന്ന്, ഒന്ന് നടപ്പിലാക്കിയാൽ മറ്റൊരു നടപ്പാക്കേണ്ടി വരുമെന്ന് പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഒരുപക്ഷെ ഏറ്റവും ആദ്യം കടന്നുപോയ ആളുകളിൽ ഒരാളെന്ന നിലയിൽ ഏറ്റവും ആദ്യം അതിൻ്റെ ദീർഘമായൊരു വിമർശനം ദേശാഭിമാനി വാരികയിൽ എഴുതിയ ഒരാളെന്ന നിലയിൽ എനിക്ക് നിശ്ചയമായും അറിയാം എത്രമാത്രം ആ നിലയിൽ മാത്രമല്ല, ഒരു അധ്യാപകനായിരുന്ന ആൾ, ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം 25 നൂറ്റാണ്ട് ഒരു അധ്യാപകനായിരുന്ന ആൾ എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏതെല്ലാം ബദൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുമെന്ന് എൻ്റെ വിദ്യാർത്ഥികളോടൊപ്പം ആലോചിക്കുകയും അത്തരത്തിൽ പ്രത്യേക മാസിക തന്നെ കോളേജിൽ നിന്ന് ഇറക്കുകയും ഒക്കെ ചെയ്ത വളരെ പ്രതിഷേധങ്ങൾക്ക് വകവെച്ചൊരു സംഭവമായിരുന്നു അത്. അത്തരത്തിലുള്ളൊരാൾ എന്ന നിലയിൽ ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ വിപത്തുകൾ എന്തെല്ലാമെന്ന്, അതെങ്ങനെയാണ് നമ്മുടെ ഭാവി തലമുറകളെ ഇല്ലാതാക്കാൻ പോകുന്നതെന്ന് ചോദ്യം ചെയ്യാനുള്ള, വിമർശിക്കാനുള്ള, സ്വതന്ത്രമായി സംസാരിക്കാനുള്ള അവരുടെ ശേഷിയെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് എന്ന് നിങ്ങളെ പോലെ തന്നെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന അനേകം ആളുകളിൽ ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. അത് ദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്കോ അപഗ്രഥനത്തിലേക്കോ ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ ദേശാഭിമാനിയുടെ പഴയ ലേഖനങ്ങൾ തപ്പിയെടുത്താൽ ഒരുപക്ഷെ ആ ലേഖനം കാണും. ലിബറൽ വിദ്യാഭ്യാസത്തിന് ഒരു ചരമക്കുറിപ്പ് എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. അത് പിന്നീട് എൻ്റെ ലേഖന സമാഹാരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും ഉണ്ട്. ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചയുടൻ തന്നെ അതിൻ്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞ അനേകം ആളുകളിൽ ഒരാളെന്ന നിലയിൽ കൂടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അതിൻ്റെ അതിദീർഘമായ ചരിത്രത്തിലേക്ക് കടന്നു പോകാൻ എനിക്കിപ്പോൾ സമയമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം നാം എപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്. ഭരണകൂടത്തിൻ്റെ സ്വഭാവവും അത് നൽകാൻ പോകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവവും തമ്മിൽ വേർതിരിക്കാനാകാത്ത രീതിയിലുള്ള ബന്ധമുണ്ട് എന്ന കാര്യം. ഏത് ഭരണകൂടമായാലും ആ ഭരണകൂടത്തിൻ്റെ പദ്ധതിക്ക്, അതിൻ്റെ ആലോചനയ്ക്ക്, ചിലപ്പോൾ ഗൂഢാലോചനയ്ക്ക് അനുകൂലമായ രീതിയിലായിരിക്കും അത് വിദ്യാഭ്യാസ പദ്ധതിയെ രൂപപ്പെടുത്തുക. കാരണം ആ ഭരണകൂടത്തിന് നിലനിൽക്കണമെങ്കിൽ ഭൂതകാലത്തെ ആക്രമിച്ചാൽ പോരാ, ഭൂതകാലത്തെ പുനരെഴുതണം തീർച്ചയായിട്ടും. വർത്തമാനകാലത്തെ മാത്രം പോലും ആക്രമിച്ചാൽ പോരാ, ഭാവി കാലത്തെ മനസ്സുകളെ തങ്ങൾക്കനുകൂലമായി രൂപപ്പെടുത്തണം. ഭാവിയിലെ മനസ്സുകളെ തങ്ങൾക്കനുകൂലമായി രൂപപ്പെടുത്താനുള്ള ഒരു വലിയ പരിശ്രമം, ഗൂഢമായ, ഇരുണ്ട, ഭീകരമായ ഒരു പരിശ്രമം എന്ന നിലയിലാണ് ഒരുപക്ഷെ നാം ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയെ കാണേണ്ടത്. ഞാൻ PM ശ്രീ എന്ന വളരെ വിശാലമായ മേഖലയിലേക്ക് അധികം സഞ്ചരിക്കുന്നില്ല. അത് സാമ്പത്തികമായ കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ട ഒന്നാണ് എന്നുള്ളത് ഞാൻ പ്രധാനമായും ഊന്നുന്നത് NEP എന്ന് പറയുന്ന ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലാണ്. നമുക്കറിയാം, ഞാനിതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ചരിത്രം. 1968 ആദ്യമായി ഇന്ത്യക്ക് ഒരു ദേശീയ വിദ്യാഭ്യാസ നയമുണ്ടാകുന്നത്.
നയമുണ്ടാകുന്നത് അതൊരു ലിബറൽ നയമായിരുന്നു. പൊതുമേഖലയുടെ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു നയമായിരുന്നു. ദേശീയോത്ഗ്രഥനം ലക്ഷ്യമാക്കുന്ന ഒരു നയമായിരുന്നു. ഉത്തരവാദിത്തമുള്ള പൗരരെ സൃഷ്ടിക്കാനുള്ള നയമായിരുന്നു. ത്രിഭാഷാ പദ്ധതിക്ക് രൂപം നൽകിയ ഒരു നയമായിരുന്നു. 14 വയസ്സുവരെ സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം എല്ലാ പൗരർക്കും അഥവാ കുട്ടികൾക്കും നൽകണം എന്ന് നിർബന്ധിച്ച ഒരു വിദ്യാഭ്യാസ നയമായിരുന്നു. 10+2+3 എന്ന വ്യവസ്ഥ സ്കൂൾ തലത്തിലും കോളേജിൻ്റെ ആദ്യ തലത്തിലും കൊണ്ടുവന്ന ഒരു നയവും ആയിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിൽ ആയതുകൊണ്ട് എല്ലായിടത്തും ആ നയമന്ന് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ചില ഇടങ്ങൾ ഇടഞ്ഞു നിന്നു. തമിഴ്നാട് എല്ലാ കാലത്തും അത് നമുക്കറിയാവുന്ന ഒരു കോട്ടയായിരുന്നിട്ടുണ്ട് ചില കാര്യങ്ങളിലെങ്കിലും. കാരണം ഈ ത്രിഭാഷാ പദ്ധതിയിൽ ഒരു ഭാഷ ഹിന്ദിയാണ് എന്ന ഒറ്റ കാരണം മതിയായിരുന്നു തമിഴ്നാടിന് അത് നടപ്പാക്കാതിരിക്കാൻ. അവരത് നടപ്പാക്കാതെ ഇരിക്കുക തന്നെ ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് 1986 നിങ്ങളിൽ ചിലർ ഓർക്കുന്നുണ്ടാവും, കോത്താരി കമ്മീഷൻ എന്ന പേരിലൊരു കമ്മീഷൻ വരികയും അവർ ഈ ലിബറൽ നയത്തെ കുറെ കൂടി വികസിപ്പിക്കുകയും ചെയ്തു. മതേതരത്വം, ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം, വിമർശനാത്മകമായ ചിന്ത, ശാസ്ത്രീയമായ സമീപനം, ഇങ്ങനെ നാം യുവാക്കളിൽ നിന്ന് അല്ലെങ്കിൽ യുവതികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മൂല്യങ്ങളെ വളർത്തുകയായിരുന്നു ആ കമ്മീഷൻ്റെ ലക്ഷ്യം. ദേശീയമായ ഐക്യം, സമഗ്രമായ വ്യക്തിത്വത്തിൻ്റെ വികാസം, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ പഠനം, പൊതുവായ ദേശീയ പാരമ്പര്യത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കൽ, ലിംഗസമത്വവും വംശസമത്വവുമുള്ള അനേകം രീതിയിലുള്ള സമത്വത്തിൻ്റെ അനേകം തലങ്ങൾ നടപ്പാക്കൽ, ഒരു തരത്തിലുമുള്ള ഉച്ചനീചത്വവും വിദ്യാഭ്യാസത്തിന് തടസ്സമായി മാറരുത് എന്ന ബോധ്യം, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു നയത്തിനാണ് കോത്താരി കമ്മീഷൻ അക്കാലത്ത് രൂപം നൽകിയത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അനുകൂലമായ ഒരു നയമെന്ന് പൊതുവെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് വയോജന വിദ്യാഭ്യാസം വരുന്നു, തൊഴിലഭ്യസനം വരുന്നു, കലാഭ്യസനം വരുന്നു, സാമ്പത്തികമായ രീതിയിലുള്ള സാമ്പത്തികവും വർഗപരവും വംശപരവും എല്ലാമായ ശാക്തീകരണത്തിൻ്റെ അനേകം തലങ്ങൾ വരുന്നു. ആദിവാസികളുടെ സംസ്കാരത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇങ്ങനെ ശാസ്ത്രം, പരിസ്ഥിതി, സാമൂഹ്യ ശാസ്ത്രങ്ങൾ, ചരിത്രം ഉൾപ്പെടെയുള്ളവ ഇവയിലെല്ലാം ശക്തമായി തന്നെ ഊന്നുന്ന ഒരു സ്വതന്ത്രമായ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകുകയാണ് കോത്താരി കമ്മീഷൻ അന്ന് ചെയ്തത് എന്ന് പൊതുവെ പറയാൻ കഴിയും. അന്ന് തന്നെയാണ് ഇപ്പോൾ നേരത്തെ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞ പല ഏജൻസികളും പല സ്ഥാപനങ്ങളും ആദ്യമായി ഉടലെടുക്കുന്നത്. ഉദാഹരണത്തിന് UGC അല്ലെങ്കിൽ NCERT എന്ന അല്ലെങ്കിൽ AICTE അല്ലെങ്കിൽ ICAR അല്ലെങ്കിൽ IMC അല്ലെങ്കിൽ NIETA ഇങ്ങനെയുള്ള അനേകം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ആദ്യമായി രൂപീകരിക്കപ്പെടുന്നതും ആ കാലത്ത് തന്നെ ആണ്. എപ്പോഴാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മാറാൻ തുടങ്ങുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ നാം ചെന്നെത്തുക BJPയിൽ പോലും ആകില്ല, അതിനും പുറകിൽ 1992 വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അഥവാ മന്ത്രിസഭയ്ക്ക് മനുഷ്യ വിഭവശേഷി വകുപ്പ് എന്ന് പേരിട്ട ഒരു ചെറിയത് എന്ന് തോന്നുന്ന ചേഷ്ടയിലാണ്. അതുവരെ വിദ്യാഭ്യാസ വകുപ്പായിരുന്നത് ഒരു ദിവസം മനുഷ്യ വിഭവ വകുപ്പായി മാറുന്നു. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യനെ സ്വതന്ത്രരാക്കുന്ന, ജനാധിപത്യവാദിയാക്കുന്ന, എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങളും നൽകുന്ന, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, വിമർശിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ ഇവിടെ വിദ്യാർത്ഥി ഒരു മനുഷ്യ വിഭവമായി മാറുകയാണ്. വിഭവം നമുക്കറിയാം ആ വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. നമ്മൾ അസംസ്കൃത വിഭവം, അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് പോലെ ഒരു വിഭവമായി താൽക്കാലികമായി ചില ധനികരുടെ, ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ധനികരുടെ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിനുള്ള ഉപകരണങ്ങളായി വിദ്യാർത്ഥികളെ മാറ്റുക എന്ന
പരോക്ഷമായ അതത്ര പ്രകടമായി പറഞ്ഞ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മനുഷ്യ വിഭവശേഷി വകുപ്പ് അന്ന് നിലവിൽ വരുന്നത്. അത് വാസ്തവത്തിൽ ഇംഗ്ലീഷിൽ അതിന് പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറയും. അതായത് മാതൃകാ പരിവർത്തനമായിരുന്നു. അതുവരെ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ മാതൃകയുടെ ഒരു പരിവർത്തനം, ഒരു മാറ്റമായിരുന്നു അന്ന് നടന്നത്. അത് നിയോ ലിബറൽ സാമ്പത്തിക നയത്തിൻ്റെ വരവിനോട് അനുബന്ധിച്ച് നടന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം പലപ്പോഴും നമുക്കറിയാവുന്നതല്ല, സാമ്പത്തിക നയവും വിദ്യാഭ്യാസ നയവും തമ്മിൽ പ്രത്യക്ഷവും പരോക്ഷവുമായ ബന്ധങ്ങളുണ്ട്. നിയോ ലിബറൽ സാമ്പത്തിക വ്യവസ്ഥ വരാൻ ആരംഭിക്കുന്നതോട് കൂടി തന്നെ മൂലധനം കൂടുതലായി ജനാധിപത്യത്തിൽ ഇടപെടാൻ ആരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യൻ എന്ന് നാം പറയുന്ന അനേകം ഇന്ദ്രിയങ്ങളുള്ള, ബുദ്ധിയുള്ള, ആലോചനാശേഷിയുള്ള ജീവി പെട്ടെന്നൊരു ദിവസം മിക്കവാറും നിർജീവമായൊരു വസ്തുവായി, വിഭവമായി മാറുന്നു. കൃത്യമായും മൂലധനം ചെയ്യുന്നത് അതാണ്. മനുഷ്യരെ മനുഷ്യരല്ലാതാക്കുക, മനുഷ്യരൊരു വിഭവമാക്കി മാറ്റുക, സ്വത്തുണ്ടാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാക്കി മാറ്റുക, ചൂഷണത്തിനുള്ള ഒരു ഏജൻസിയായി, ഒരു ഉപാധിയായി മാത്രം മാറ്റുക. ഇതാണ് എല്ലാ കാലത്തും മൂലധനം ചെയ്തു പോന്നിട്ടുള്ളത് എന്ന് ആദ്യകാല മാർക്സ് മുതൽ അന്ത്യകാല മാർക്സ് വരെയുള്ള മാർക്സിനെയും മാർക്സിയൻ ചിന്തകരെയും ഒക്കെ വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ചൂഷണം ചെയ്യുന്നത് എപ്പോഴും ഒരു വിഭവത്തെയാണ്. അതുകൊണ്ട് മനുഷ്യനെയും ചൂഷണം ചെയ്യണമെങ്കിൽ മനുഷ്യനെ വസ്തുവാക്കി, വിഭവമാക്കി മാറ്റണം. അപ്പോൾ ആ കാലത്താണ് പലതരത്തിലുള്ള ഈ മുതലാളിത്തത്തിന് വേണ്ട സാങ്കേതിക വിദഗ്ധരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയായി വിദ്യാഭ്യാസം മാറുന്നത്. മുതലാളിത്തത്തിന് ആവശ്യമായ ടെക്നീഷ്യൻസിനെ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റുകളെ, സാങ്കേതിക വിദഗ്ധരെ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു വ്യവസ്ഥയായി വിദ്യാഭ്യാസം ആ കാലത്ത് അടിസ്ഥാനപരമായി തന്നെ മാറുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ദേശീയ പ്രവേശന പരീക്ഷകൾ വരുന്നു. JEE പോലെ അല്ലെങ്കിൽ ATE പോലെ. പിന്നെ ഇപ്പോൾ വലിയ പ്രശ്നമായി മാറിയിട്ടുള്ള NEET പോലെ ഉള്ള അനേകം പരീക്ഷകൾ വരുന്നു. ഈ പരീക്ഷകളുടെ പ്രധാന ലക്ഷ്യം ദരിദ്രരായ അല്ലെങ്കിൽ ദളിതരായ അല്ലെങ്കിൽ ആദിവാസികളായ പലപ്പോഴും സ്ത്രീകളുമായ മനുഷ്യരെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കഴിയുന്നത്ര അകറ്റി നിർത്തുക എന്നതായിരുന്നു. അങ്ങനെ ദരിദ്രർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുകയും ധനികർക്ക് മാത്രമുള്ളൊരു സവിശേഷ അവകാശമായി വിദ്യാഭ്യാസത്തെ മാറ്റുകയും ചെയ്യുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ നയമാണ് ആ കാലത്ത് 1992 കാലത്ത് നിലവിൽ വന്നത് എന്ന് പറയാം. അത് ആ കാലത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. മൻമോഹൻ സിംഗ് മനുഷ്യവിഭവ മന്ത്രിയായിരുന്ന കാലം, നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലം. ആ കാലത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. ബാബറി മസ്ജിദ് ധ്വംസനം എങ്ങനെ നടന്നു എന്നന്വേഷിക്കുന്ന ആരും ചെന്നെത്തുക നരസിംഹറാവുവിൽ തന്നെ ആയിരിക്കുമെന്ന്. നരസിംഹറാവുവിൻ്റെ മൗനത്തിൽ അതിനെപ്പറ്റി പറയാറുണ്ട്, അനേക ഭാഷകളിലുള്ള മൗനം. കാരണം നരസിംഹറാവു അനേകം ഭാഷകൾ അറിയുന്ന ആളായിരുന്നു. അതിൽ വലിയ അഭിമാനമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് സ്വാഭാവികമായും തൻ്റെ മാതൃഭാഷയായ തെലുങ്ക് അറിയാം. അതുകൂടാതെ തെക്കേ ഇന്ത്യയിലെ എല്ലാ ഭാഷകളും, വടക്കേ ഇന്ത്യയിലെ 8 ഭാഷകൾ, അതിന് പുറമേ ജർമ്മൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ് മുതലായ യൂറോപ്യൻ ഭാഷ, ഇതൊക്കെ അറിയാവുന്ന ഭാഷകളായിരുന്നു. അതുകൊണ്ട് അക്കാലത്ത് എനിക്ക് തോന്നുന്നു വിജയൻ്റെ ഒരു കാർട്ടൂണിലാണെന്ന് തോന്നുന്നു നരസിംഹറാവു 18 ഭാഷകളിൽ മൗനം പാലിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ ബാബറി മസ്ജിദ് തകർക്കാനുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരുന്നപ്പോൾ രാംലല്ലയുടെ വിഗ്രഹം ബാബറി മസ്ജിദിലേക്ക് ഒളിച്ചു കടത്തുകയും എന്നിട്ട് അത് രാമക്ഷേത്രമായിരുന്നു എന്ന വാദമുയർത്തുകയും ചെയ്തപ്പോൾ അപ്പോഴെല്ലാം താനിത് കണ്ടില്ല എന്ന മട്ടിലിരിക്കാൻ കഴിഞ്ഞ വിസ്മയമുളവാക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു നിശ്ചയമായും നരസിംഹറാവു. ആ കാലത്ത് തന്നെയാണ് ഈ നിയോ ലിബറൽ സാമ്പത്തിക നയം ശക്തി പ്രാപിക്കുന്നത്. അതിൻ്റെ അനുബന്ധം എന്ന നിലയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ വിദ്യാഭ്യാസം ധനികർക്ക് മാത്രമുള്ള അല്ലെങ്കിൽ മൂലധനത്തിനാവശ്യമായ സാങ്കേതിക വിദഗ്ധരെ മാത്രം സൃഷ്ടിക്കുന്ന, ചോദ്യം ചോദിക്കാത്ത മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒന്നാക്കി മാറ്റുകയും ചെയ്തത്. കാരണം ചോദ്യം ചോദിക്കുന്ന മനുഷ്യനാണ്
സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അനുസരിക്കുന്ന മനുഷ്യരല്ല, അനുസരിക്കുന്ന മനുഷ്യരുണ്ടാവും ധാരാളം, പക്ഷേ ചോദ്യം ചോദിക്കാൻ കെൽപ്പുള്ള ധീരതയുള്ള മനുഷ്യരാണ് എല്ലാ കാലത്തും സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. മാർക്സ് അങ്ങനെ ചോദ്യം ചോദിച്ച ഒരാളായിരുന്നു, ഗാന്ധി അങ്ങനെ ചോദ്യം ചോദിച്ച ഒരാളായിരുന്നു. ആ തരത്തിൽ ലോകം മുഴുവനും ഉണ്ടായിട്ടുള്ള വലിയ തത്വചിന്തകർ മുഴുവൻ പുതിയ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾ കൊണ്ട് മനുഷ്യരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ആളുകളായിരുന്നു. അതിന് ശേഷമാണ് ഞാനൊരു പശ്ചാത്തലമാണ് പറഞ്ഞത്. ഞാൻ വളരെയധികം നീട്ടി പോകുന്നില്ല, ഞാൻ ശാരീരികമായി വളരെ അവശനാണ് ഞാനെങ്കിലും. 2020 നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ NEP എന്ന് പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നത്. അത് വീണ്ടും മുൻപ് നരസിംഹറാവു ഉണ്ടാക്കിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കുറെ കൂടി ക്രൂരമായ ഒരു പതിപ്പായിരുന്നു എന്ന് പറയാം. കാരണം അതിൽ പ്രാധാന്യം സ്വകാര്യവൽക്കരണത്തിനാണ്. 14 വയസ്സുവരെയുള്ള സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം എന്നത് അത് സ്വകാര്യ ഏജൻസികൾക്ക് വിടുന്നു. ഗവൺമെൻറ്റിൻ്റെ ചുമതലയായിരുന്നു അതുവരെ, സ്വകാര്യ ഏജൻസികൾക്ക് വിടുന്നു. ഈ സ്വകാര്യ ഏജൻസികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു മഹാസഭയും രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധപ്പെട്ട വിദ്യാലയങ്ങൾ, അവയെയാണ് തൽക്കാലം അവർ ഉദ്ദേശിക്കുന്നത്. അവർ പഠിപ്പിച്ചുകൊള്ളും. സനാതൻ സംസ്ഥയോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പല ശാഖകളോ സരസ്വതി വിദ്യാലയങ്ങൾ എന്ന് പറയപ്പെടുന്ന അവരുടെ വിദ്യാലയങ്ങളോ അവയെല്ലാം വിദ്യാഭ്യാസം നൽകിക്കൊള്ളും. 14 വയസ്സുവരെ അവർ നൽകുന്ന വിദ്യാഭ്യാസം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ചാതുർവർണ്ണത്തിലുള്ള വിദ്യാഭ്യാസം, മനുസ്മൃതിയിലുള്ള വിദ്യാഭ്യാസം, ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലുള്ള വിദ്യാഭ്യാസം, അനേകം ഇന്ത്യയിൽ നിലനിന്ന അന്ധവിശ്വാസങ്ങളിലുള്ള വിദ്യാഭ്യാസം, ജാതി വ്യവസ്ഥയിലും ഐക്യത്തിലുമുള്ള വിദ്യാഭ്യാസം, ഈ വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു നിഗൂഢ പദ്ധതിയാണ് പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഈ ഭാരതീയ ജനതാ പാർട്ടി ഗവൺമെൻറ് കൊണ്ടുവന്നത് എന്ന് പറയാം. കാരണം അവരുടെ മതേതര സങ്കല്പം വളരെ ലളിതമാണ്. ഹിന്ദു മാത്രമാണ് ഇന്ത്യക്കാരൻ, ഇതാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഇവിടെ ബുദ്ധനില്ല, ജൈനനില്ല, ചാർവാകനില്ല, സാഖ്യ ചിന്തയിൽ വിശ്വസിക്കുന്ന ആളുകളില്ല, പാഴ്സിയില്ല, ആദിവാസികളില്ല, ദളിതരില്ല. കാരണം അവരൊന്നും ഒരു കാലത്ത് ഹിന്ദുക്കളായി കരുതപ്പെട്ടിരുന്നില്ല. ഹിന്ദു എന്നവരെയൊക്കെ വിളിച്ച് കൂട്ടിച്ചേർക്കാറുണ്ടെങ്കിലും ഉപയോഗിക്കാറുണ്ടെങ്കിലും അവർക്കൊന്നും ഉയർന്ന ഹിന്ദുക്കൾക്ക് കിട്ടിയിരുന്ന പരിഗണന ഒരു കാലത്തും കിട്ടിയിരുന്നില്ല. ആ രീതിയിലുള്ള ഒരു ഹിന്ദു മതം മാത്രമാണ് ഇന്ത്യയുടെ യഥാർത്ഥ മതം എന്ന് പറയുന്ന, അത് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1914 ഈ ഹിന്ദു മഹാസഭ ഉണ്ടാകുന്ന കാലത്ത്. പിന്നീട് 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് BJPയുടെ ഗവൺമെൻറ് ഇന്ത്യയിൽ വരുന്നത്. ഇതൊന്നും യാദൃച്ഛികമല്ല. 100 വർഷത്തെ നിരന്തരമായ ഗൂഢമായ പരിശ്രമത്തിലൂടെയാണ് അത് ഭരണകൂടമായി മാറുന്നത്. അവരാണ് ഈ പുതിയ ഫോർമുല കൊണ്ടുവന്നത്. ഹിന്ദു, ആര്യൻ, ഹിന്ദി, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ വിശദമായി സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ അടിയിലേക്കൊന്നും ഞാൻ പോകുന്നു. ഇത് മൂന്നും ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഹിന്ദു എന്ന് ഉള്ളത് പുറത്തു നിന്ന് വന്ന ആളുകൾ ഇന്ത്യയിൽ കണ്ട മുഴുവൻ ആളുകളെയും വിളിക്കാൻ വേണ്ടി അവർക്ക് മനസ്സിലായില്ല ഇവിടുത്തെ വർണ്ണവ്യവസ്ഥ, ജാതി വ്യവസ്ഥ, അനേകം മതങ്ങൾ. അതുകൊണ്ട് അവർ മൊത്തം തന്നെ അറബികൾ പ്രത്യേകിച്ചും അൽ ഹിന്ദ് എന്ന് പറഞ്ഞ് വിളിച്ചു ഇന്ത്യ, ഹിന്ദുക്കളുടെ നാട് എന്നുള്ള മട്ടിൽ. ഹിന്ദു എന്ന പദം വിദേശികളൊക്കെ തന്നെ ഇങ്ങനെ ഉപയോഗിക്കുകയും അങ്ങനെ അതൊരു മതമാണ് എന്ന സ്വരൂപം കൈക്കൊള്ളുകയും ചെയ്തു. ആര്യൻ എന്നൊരു വംശമില്ലെന്ന് ചരിത്ര പഠിതാക്കൾക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് വർഷം മുമ്പാണ് റോമില താപ്പർ ആര്യൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതുകയും അതിൽ സ്ഥാപിക്കുകയും ചെയ്തത് ആര്യൻ എന്ന് പറഞ്ഞൊരു വംശമില്ല. 3 കുടിയേറ്റങ്ങളിലൂടെയാണ് ഇന്ത്യക്കാരുണ്ടായി വന്നത്. അതിന് ഞാൻ ഡയറക്ടറായിട്ടുള്ള കേരള സാഹിത്യോത്സവത്തിൽ ഒരിക്കൽ ഈ DNA ടെസ്റ്റിനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. ആർക്ക് വേണമെങ്കിൽ DNA ടെസ്റ്റ് ചെയ്യാം. DNA ടെസ്റ്റ് ചെയ്താൽ കാണാം നമ്മളാരും അങ്ങനെ ശുദ്ധരൊന്നുമല്ല, ഒരു പ്രത്യേക വംശത്തിൽപ്പെട്ടവരല്ല. ആദ്യം വന്ന ആഫ്രിക്കക്കാർ മുതൽ പിന്നെ വന്ന ഇറാൻകാർ ഉൾപ്പെടെയുള്ള ആളുകൾ മുതൽ ഇങ്ങോട്ട് അവസാനം വന്ന ഇൻഡോ ആര്യൻ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അവസാനം വന്നവരാണെന്ന് ഓർക്കണം. ആ വരെയുള്ള ആളുകളുടെയൊക്കെ
ഒക്കെ രക്തം നമ്മളിലുണ്ട്, അവരുടെ DNA നമ്മുടെ ജീനുകളിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫാഷിസങ്ങളുടെയും അടിസ്ഥാനം ശുദ്ധിവാദമാണ്. പലതരത്തിലുള്ള ശുദ്ധിവാദങ്ങൾ. ആ തരത്തിലുള്ള ശുദ്ധിവാദമാണ് ഇന്നത്തെ ഭരണകൂടവും ആത്യന്തികമായി മുന്നോട്ട് വയ്ക്കുന്നത്, നാം എല്ലാം ആര്യരാണെന്ന്. എന്നാൽ ആര്യവംശം എന്നൊരു വംശമില്ല എന്ന് അനേകം, ഞാൻ ഒരു പേര് പറഞ്ഞു എന്നുള്ള പരിചിതമായൊരു പേര് പറഞ്ഞു, റോമില താപ്പറുടെയോ ഇർഫാൻ ഹബീബിൻ്റെയോ ആ തരത്തിലുള്ള അനേക ചരിത്രകാരന്മാരുടെയോ പുസ്തകം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ DNA നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ വെറുതെയാണെന്നും. ഇൻഡോ ആര്യൻ ഭാഷകൾ എന്ന് പറഞ്ഞൊരു ഭാഷാവംശമുണ്ട്. അത് സംസ്കൃതമൊക്കെ അതിൽപ്പെട്ടത്, സംസ്കൃതവും ജർമ്മനും ഒക്കെ ഉൾപ്പെടുന്ന ഇൻഡോ ആര്യൻ ഭാഷാവംശമുണ്ട്. പക്ഷെ ആര്യൻ എന്ന് പറഞ്ഞൊരു എത്നിക്, അതായത് മനുഷ്യവംശം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു വംശമില്ല എന്ന് ധാരാളം തെളിവുകളോടെ ചരിത്രകാരന്മാരും നരവംശാസ്ത്രകാരന്മാരും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് നമ്മുടെ നാട് ഹിന്ദുവാണ്, ആര്യനാണ്. മൂന്നാമത് പറയുന്നത് ഹിന്ദിയാണ് നമ്മുടെ ഭാഷ എന്നാണ്. ഈ ഹിന്ദി എന്നുള്ള ഭാഷയുണ്ടോയെന്ന്, ഞാൻ 30 വർഷം വടക്കേ ഇന്ത്യയിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ ഞാൻ പലയിടത്തും പോകുമ്പോൾ ചോദിക്കും, ബനാറസിൽ പോകുമ്പോൾ ചോദിക്കും, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്താ? അവർ പറയുക ബനാറസിയാണ്. ബീഹാറിൽ പോകുമ്പോൾ ചോദിക്കും, ഞങ്ങൾ സംസാരിക്കുന്നത് ബീഹാറിയാണ് മാഷേ എന്നല്ല അവർ പറയും, സാർ എന്നൊക്കെ ആയിരിക്കും, ബീഹാറിയാണെന്ന് പറയും. ഇതുപോലെ എവിടെ ചെന്നാലും നാം കേൾക്കുന്ന ഭാഷകൾ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ ക്ലാസ്സുകളിലിരുന്ന് മാനക ഹിന്ദി പഠിച്ച ആളുകൾക്ക് ഇവർ പറയുന്ന പല കാര്യങ്ങളും പല വാക്കുകളും മനസ്സിലാവുക തന്നെ ഇല്ല. ഹിന്ദി 2ാം ഭാഷയായി പഠിച്ച ഒരാളാണ് ഞാൻ. എനിക്കും ഡൽഹിയിൽ പോയിട്ട് ഹിന്ദി പുതുതായിട്ട് പഠിക്കേണ്ടി വന്നു. കാരണം ധാരാളം ഉറുദു കലർന്ന ഹിന്ദുസ്ഥാനി എന്ന് വിളിക്കപ്പെടുന്ന ഭാഷയാണ് അവിടെയെല്ലാം പ്രചാരത്തിലുള്ള. പഞ്ചാബികൾ സംസാരിക്കുന്നതും UP-യിലുള്ള ആളുകൾ സംസാരിക്കുന്നതും ഒക്കെ ഈ ഹിന്ദുസ്ഥാനിയാണ്. എന്ന് മാത്രമല്ല, ഹിന്ദി എഴുത്തുകാരെന്ന നിലയ്ക്ക് നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ള പല വലിയ എഴുത്തുകാരും ഹിന്ദുസ്ഥാനിയിലെ ഉറുദു കലർത്തി എഴുതിയ ആളുകളാണ്. ഉറുദുവിനായിരുന്നു പ്രാധാന്യം, അധികം വാക്കുകൾ ഉറുദു ആയിരുന്നു. പ്രേംചന്ദിൻ്റെ കൃതികളിൽ, യശ്പാലിൻ്റെ കൃതികളിൽ, ജയരേന്ദ്രകുമാറിൻ്റെ കൃതികളിൽ നമ്മുടെ വലിയ എഴുത്തുകാരായി നമ്മൾ പരിഗണിക്കുന്ന, ഹിന്ദി എഴുത്തുകാരായി പരിഗണിക്കുന്ന ആളുകളുടെ കൃതികൾ എല്ലാം തന്നെ ഉറുദുവിലോ ഉറുദുവിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഹിന്ദുസ്ഥാനിയിലോ എഴുതപ്പെട്ടതാണ്. അപ്പോൾ ഹിന്ദി എന്ന ഭാഷയും ഈ തരത്തിലുള്ള ഒരു നിർമ്മിത ഭാഷയാണ്. ഒരു കൺസ്ട്രക്റ്റ് എന്നൊക്കെ പറയും പുതിയ തത്വചിന്തയിൽ, ഒരു നിർമ്മിതിയാണത്. അത് പല ഭാഷകൾ ചേർത്ത്, രാജസ്ഥാനി പോലെ വളരെ വ്യത്യസ്തമായൊരു ഭാഷയെ പോലും ഹിന്ദിയിൽ പെടുത്തിയിട്ടാണ് ഹിന്ദി ഏറ്റവും വലിയ ഭാഷയാകുന്നത്. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാഷ തെലുങ്കാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയല്ല. പക്ഷേ നിങ്ങൾ ഈ രാജസ്ഥാനിയെയും ഛത്തീസ്ഗഡിയെയും ഈ പറഞ്ഞ പോലുള്ള ബീഹാറിയെയും ബനാറസിയെയും ഒക്കെ പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദി ഏറ്റവും വലിയ ഭാഷയാകും. പക്ഷെ നിർഭാഗ്യവശാൽ അവരൊന്നും സംസാരിക്കുന്നത് ഹിന്ദിയല്ല, അവരുടേതായ വളരെ വ്യത്യസ്തങ്ങളായ ഭാഷാ സമ്പ്രദായങ്ങളാണ് അവരെല്ലാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 3 അസത്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയെക്കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടി ആദ്യം മുതലേ സംസാരിച്ചു പോന്നിട്ടുള്ളത്. ഹിന്ദു, ഹിന്ദി, ആര്യൻ എന്നുള്ള 3 അസത്യങ്ങളിൽ. അപ്പോൾ ഈ സങ്കല്പം അടുത്ത തലമുറയിലേക്ക് പകരേണ്ട ആവശ്യം ഇന്ന് ഭരിക്കുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ അതിന് ഭക്ഷണത്തിൽ പിടിമുറുക്കണം, ആചാരത്തിൽ പിടിമുറുക്കണം, വിശ്വാസത്തിൽ പിടിമുറുക്കണം, ദർശനത്തിൽ പിടിമുറുക്കണം. അതിനെയൊക്കെ തന്നെ മാറ്റിയെടുക്കണം. നിങ്ങളുടെ ഭക്ഷണ രീതി മാറ്റുക, സസ്യഭക്ഷണം മാത്രം കഴിക്കുക. നിങ്ങൾ പശുവിനെ തളിച്ച് കൊണ്ടുപോകുന്നതിൽ അതിനെ കൊല്ലാണെന്ന് മുൻകൂട്ടി തന്നെ തീരുമാനിച്ച് അത് കൊണ്ടുപോകുന്ന ആളെ കൊന്നുകളയുക. അല്ലെങ്കിൽ കൂട്ടമായി ഗുജറാത്തിൽ പരീക്ഷിക്കപ്പെട്ട പോലെ അത് കഴിഞ്ഞ ഉടൻ അവിടെ മഹാശ്വരദേവിയോടൊപ്പം പോവുകയും സംസാരിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അവിടുത്തെ എഴുത്തുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി സംസാരിക്കാൻ അന്ന് എനിക്ക് കഴിയുമായിരുന്നു. അങ്ങനെ അപ്പോൾ അന്ന് ആ ക്യാമ്പുകളിൽ കണ്ട കഥകളൊന്നും പറയാൻ കഴിയില്ല. ഞാൻ സാക്ഷ്യങ്ങളെന്നൊരു കവിതയിൽ അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൊല്ലപ്പെട്ട അമ്മമാർ, കാരണം അവർ കുട്ടികളെ ഗർഭം ധരിച്ചിരുന്നു എന്നതുകൊണ്ട് അവരുടെ കുട്ടികൾ പോലും, മുസ്ലിം കുട്ടികൾ ജനിക്കരുത് എന്ന രീതിയിൽ വയർ കുത്തിപ്പിളർന്ന് ആ ഭ്രൂണത്തെ പുറത്തെടുത്ത്
അവരുടെ വീട് കത്തിച്ച് ആ കത്തുന്ന വീടിലേക്ക് ആ കുട്ടിയുടെ ഭ്രൂണത്തെ വലിച്ചെറിഞ്ഞ കഥ. അത് പറഞ്ഞു കേട്ടതല്ല, മാധ്യമക്കാരുണ്ടാക്കിയതല്ല, നേരിട്ട് ഇത് കണ്ടു നിന്ന ആളുകൾ ഞങ്ങളോട് പറഞ്ഞ കഥ. അതൊരു കഥ മാത്രമാണ്. അതുപോലുള്ള അനേകം കഥകൾ 2002 എന്താണ് ഗുജറാത്തിൽ നടന്നത് എന്ന് ഗുജറാത്തികളോട്, നിഷ്പക്ഷരായി ഗുജറാത്തികൾ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അവർ അത്തരത്തിലുള്ള കഥകൾ പറഞ്ഞു തരും. അങ്ങനെ ബഹുസ്വരമായൊരു രാഷ്ട്രത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകസ്വരമായൊരു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു ഗൂഢപദ്ധതിയുടെ, ഇരുണ്ട പദ്ധതിയുടെ ഭാഗമായിട്ട് മാത്രമേ ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ പുതിയ നമ്മൾ ആദം സ്മിത്തിനെയോ റിക്കാർഡോവിനെയോ മാർക്സിനെയോ ഒക്കെ പഠിക്കുന്നതിന് പകരം നമ്മൾ വീണ്ടും ചാണക്യനിലേക്ക്, അർത്ഥശാസ്ത്രത്തിലേക്ക് തിരിച്ചു പോകുന്നു. നാം നമ്മുടേതായൊരു മതേതര സങ്കല്പം ഉണ്ടാക്കുന്നതിന് പകരം നാം മനുസ്മൃതിയിലേക്ക് തിരിച്ചു പോവുകയും ചാതുർവർണ്ണത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള നിരന്തരമായ ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള, അതുപോലെ ജ്യോതിഷം തിരിച്ചു വരുന്നു, മന്ത്രവാദം തിരിച്ചു വരുന്നു, മിത്ത് ശാസ്ത്രമായും ചരിത്രമായും മാറുന്നു. നമുക്ക് അറിയാം ഈ പ്രധാനമന്ത്രിയുടെ അതിവിചിത്രങ്ങളും വികൃതങ്ങളുമായ പ്രസ്താവങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് തന്നെയില്ല. എങ്ങനെയാണ് ഗണപതിക്ക് എങ്ങനെയാണ് തുമ്പിക്കൈ ഉണ്ടായത്, അല്ലെങ്കിൽ ബ്രഹ്മാവിന് എങ്ങനെയാണ് 4 തലകളുണ്ടായത്? പ്ലാസ്റ്റിക് സർജറി കൊണ്ടാണ്. അന്ന് പ്ലാസ്റ്റിക് സർജറി ഉണ്ട്. രാവണൻ സഞ്ചരിച്ചതിന് പുഷ്പക വിമാനം, അന്ന് തന്നെ നമുക്ക് എയറോനോട്ടിക്സ്, നമുക്ക് വിമാനശാസ്ത്രത്തിൽ ഗംഭീരമായ അറിവുണ്ടായിരുന്നു എന്നതിൻ്റെ ഈ തരത്തിൽ വെറും കെട്ടുകഥകളെ ശാസ്ത്രം എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ, വെറും മിത്തുകളെ വെറും എന്ന് ഞാൻ പറയില്ല, മിത്തുകൾക്ക് അതിൻ്റെ സ്ഥാനമുണ്ട് കവിതയിലും സാഹിത്യത്തിലൊക്കെ, പക്ഷേ ജീവിതത്തിലല്ല, ചരിത്രത്തിലല്ല, വിദ്യാഭ്യാസത്തിലല്ല. പക്ഷെ അവയൊക്കെ തന്നെ സത്യമാണെന്ന് വരുത്തുകയും അവയെ ശാസ്ത്രമായി വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു പരിശ്രമം നടക്കുന്നു. നിരന്തരമായ അപരവൽക്കരണം നടക്കുന്നു. അത് മുസ്ലിങ്ങളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട മനുഷ്യരാകട്ടെ, അവരൊന്നും ഇന്ത്യക്കാരല്ല എന്ന് വരുത്താനുള്ള വെറും പറച്ചിലല്ല, പ്രസംഗങ്ങളല്ല നടക്കുന്നത്. നമ്മൾ കണ്ടതാണ് ബംഗാളിലും മറ്റും ഉണ്ടായ SIR എന്താണ് സംഭവിച്ചത് എന്ന്. അങ്ങനെ ഇവിടെ തന്നെ തലമുറകളായി ജീവിച്ചു പോരുന്ന മനുഷ്യരെ വിദേശികളായി മുദ്രകുത്താനുള്ള, വിദേശികളായി പറ്റുമെങ്കിൽ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഗാന്ധിയുടെയും ടാഗോറിൻ്റെയും ഭഗത് സിംഗിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഒക്കെ ചരിത്രം പഠിച്ചിരുന്ന കുട്ടികൾ സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും തിലകൻ്റെയും ശ്യാമപ്രസാദ് മുഖർജിയുടെയും ഒക്കെ ചരിത്രം പഠിക്കാൻ തുടങ്ങുന്നു. പുതിയ നായകർ ഉണ്ടാകുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ പോലും മടിച്ചിരുന്ന ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ മുമ്പിലേക്ക് ഉന്തി തള്ളപ്പെടുന്നു. വിഭജനത്തെക്കുറിച്ച് തെറ്റായ കഥകൾ ഉണ്ടാക്കപ്പെടുന്നു. ഗാന്ധി വിഭജനത്തിന് അവസാന ശ്വാസം വരെ എതിർ നിന്നിരുന്ന ഗാന്ധിയെ വിഭജനത്തിനുള്ള പ്രധാന കാരണക്കാരനായി പോലും ഈ ആളുകൾ അവതരിപ്പിക്കുന്നു. അതുപോലെ പിന്നീടുണ്ടായ, നമുക്കറിയാം, എല്ലാ അമ്പലങ്ങളും എല്ലാ പള്ളികളും അമ്പലങ്ങളായിരുന്നു എന്നത് ഇപ്പോൾ കാശിയിലാണ് നടക്കുന്നത്. പലയിടത്തും നടക്കും. താജ്മഹൽ എന്നുള്ളതിന് തേജോ മഹാലയ എന്ന് പേര് കൊടുത്തതൊക്കെ നമുക്കറിയാം. അല്ല, ഡൽഹിയിൽ ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടിരുന്നതാണ്. റോഡുകളുടെ പേര് മാറുന്നു. മുഗൾ രാജാക്കന്മാരുടെ പേരിലുള്ള റോഡുകളൊക്കെ പൃഥ്വിരാജ് റോഡും മറ്റുമായിട്ട് മാറുന്നു. അതിനു മുമ്പുള്ള ഹിന്ദു രാജാക്കന്മാരുടെ പേരുകളായി മാറുന്നു. ഇങ്ങനെ ചരിത്രത്തെ മുഴുവൻ തന്നെ വളച്ചൊടിക്കുന്ന, നുണയാക്കി മാറ്റുന്ന ഒരു പരിശ്രമം ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ നിലവിൽ വരുന്നു. അത് അനേകം വർഗീയ ലഹളകൾ ഉണ്ടാക്കുന്നു, വിദ്വേഷമുണ്ടാക്കുന്നു, നമ്മുടെ മതമൈത്രിയെ നിരന്തരമായി തകർക്കാനുള്ള യത്നങ്ങൾ നടക്കുന്നു, ക്രിസ്തുമസിനുള്ള പ്രാർത്ഥന തടയുന്നു, പെരുന്നാളിനുള്ള നിസ്കാരം തടയുന്നു. ഇങ്ങനെ ഇതെല്ലാം നാം കണ്ടതാണ്. ഇതൊന്നും വെറുതെ സങ്കല്പിക്കുന്നതല്ല, നാം അടുത്ത കാലത്ത് തന്നെ കണ്ട കാര്യങ്ങളാണ്. അങ്ങനെ കോർപ്പറേറ്റ് സാമ്പത്തിക പിന്തുണയോടെ, വിദേശ ഹിന്ദുക്കളുടെ സംഭാവനയോടെ രാഷ്ട്രീയ ഹിന്ദുത്വവും ചങ്ങാത്ത മുതലാളിത്തവും തമ്മിലുള്ള ഒരു കൃത്രിമമായ അല്ലെങ്കിൽ കപടമായ ബാന്ധവം സൃഷ്ടിക്കാനുള്ള പരിശ്രമമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ത്യൻ ഫാസിസത്തിൻ്റെ രൂപം എന്ത് എന്ന് ചോദിച്ചാൽ അതെന്തെന്ന് പറയാൻ നമുക്ക് വലിയ വിഷമമൊന്നുമില്ല. രാഷ്ട്രീയ ഹിന്ദുത്വവും ചങ്ങാത്ത മുതലാളിത്തവും തമ്മിലുള്ളൊരു കൂട്ടുകെട്ടാണത്.
മുതലാളിമാർ അതിനുള്ള പൈസ കൊടുക്കുന്നു. അംബാനി ആയാലും അദാനി ആയാലും അത്തരത്തിലുള്ള വലിയ മുതലാളിമാരായാലും. മറ്റൊരു ഭാഗത്ത് ഈ ഹിന്ദുത്വം, ഹിന്ദുവാണ് ഇന്ത്യക്കാരൻ, ഹിന്ദുത്വമാണ് ഇന്ത്യക്കാരൻ്റെ മുഖമുദ്രയും കൊടിയടയാളവും എന്നുള്ള പ്രചാരണം നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രം നമ്മിൽ പിടിമുറുക്കാൻ സഹായിക്കുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളെ മുഴുവൻ തന്നെ പ്രത്യയശാസ്ത്ര കോളനികളാക്കി മാറ്റുന്ന, കേന്ദ്ര സർവകലാശാലകളിൽ പോലും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന, വിമർശനം അസാധ്യമാക്കുന്ന, ഫെഡറൽ തത്വത്തെ നിരന്തരമായി ലംഘിക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് നിലവിൽ വരുന്നത്. ഇത് നമ്മുടെ കുട്ടികളെ ഇല്ലാതാക്കും. വളരെ ചിന്തിക്കുന്ന കുട്ടികളെ, പഠിക്കുന്ന കുട്ടികളെ, വായിക്കുന്ന കുട്ടികളെ ഇല്ലാതാക്കുകയും അവർ ഇല്ലാതാകുന്നതോടുകൂടി ഇന്ത്യയിൽ ഇന്നുള്ള ദുർബലമായ പ്രതിരോധം പോലും BJP നേരിടേണ്ടി വരാതിരിക്കുകയും അങ്ങനെ ഇന്ത്യ മുഴുവൻ തന്നെ ഏതാണ്ട് സമ്മതത്തോടുകൂടി, കൺസെൻറ്റ് എന്ന് ഗ്രാംഷിയൊക്കെ പറയും, സമ്മതത്തോടുകൂടി തന്നെ അവരുടെ ആളുകളാക്കി മാറ്റുന്ന ഒരു ഗൂഢപദ്ധതി നിലവിൽ വരികയും ചെയ്യും. അപ്പോൾ ഈ സൗജന്യ വിദ്യാഭ്യാസം, നിർബന്ധ വിദ്യാഭ്യാസം എടുത്തു കളയുന്നു, അത് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നു, ചരിത്ര പഠനം ഇല്ലാതാക്കുന്നു, ഭാഷാ പഠനം ദുർബലമാക്കുന്നു, കലാഭ്യസനം വേണ്ടെന്ന് വയ്ക്കുന്നു, മൂല്യരൂപീകരണം വലിയ ആപത്താണ് എന്ന് വരുന്നു. വലിയ ഫീസുകളുള്ളവർക്ക്, വലിയ പണമുള്ളവർക്ക് മാത്രം വലിയ ഹാർവാർഡിലോ അല്ലെങ്കിൽ സ്വകാര്യ വിദ്യാലയങ്ങളിലോ ഒക്കെ പോയി പഠിക്കാം. പാവപ്പെട്ട ആളുകളുടെ ജീവിതമാണ്, അവരുടെ വിദ്യാഭ്യാസ സാധ്യതയാണ് ഈ പദ്ധതിയോടുകൂടി തീർത്തും ഇല്ലാതെ ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം ഈ വിദ്യാഭ്യാസ പദ്ധതിയെ എതിർക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസ പദ്ധതിയെ മാത്രമല്ല എതിർക്കുന്നത്, ഇന്ത്യയെ മുഴുവൻ തകർക്കാനുള്ള നമ്മുടെ ജനാധിപത്യത്തെ, മതേതരത്വത്തെ, സോഷ്യലിസത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ മുഴുവൻ തകർക്കാനുള്ള ഒരു വലിയ പ്രയത്നം. ആ പ്രയത്നത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ആ പ്രയത്നത്തെ എതിരിടേണ്ടതിൻ്റെ, നമ്മുടെ ജനാധിപത്യത്തെ നിലനിർത്താനുള്ള പ്രാഥമിക സമരത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. നാം നടക്കാൻ പോകുന്ന ഒരു സായുധ വിപ്ലവത്തെക്കുറിച്ചൊന്നുമല്ല നാം സംസാരിക്കുന്നത്. ഇവിടെ നിലവിലുള്ള ഈ ജനാധിപത്യമെങ്കിലും, ഞങ്ങളൊക്കെ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഒരു കാലത്ത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അങ്ങനെ ഇന്ന് നാം ഉയർത്തുന്ന മുദ്രാവാക്യം ഈ ജനാധിപത്യമെങ്കിലും, ഈ ഭരണഘടനയെങ്കിലും നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ, നമ്മുടെ കുട്ടികൾ ഈ ഭരണഘടനയുടെ മൂല്യങ്ങൾ, അംബേദ്കറുടെ ഭരണഘടനയുടെ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ ഭരണഘടനയുടെ, അവരെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ഭരണഘടനയുടെ മൂല്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ അതിലും വലിയ ഒരു വിദ്യാഭ്യാസം സാധ്യമല്ല. പക്ഷേ അത്തരത്തിലുള്ള മൂല്യങ്ങളെ എല്ലാം നിരസിക്കുന്ന, ഇല്ലാതാക്കുന്ന, ഒരു തലമുറയെ നശിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് പുതിയ വിദ്യാഭ്യാസ പദ്ധതി എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അതിനെതിരെ പ്രബുദ്ധരായ, അല്പമെങ്കിലും ബോധമുള്ള ആളുകൾ എണീറ്റ് നിൽക്കുകയും ചോദ്യം ചോദിക്കുകയും അതിനെതിരായ പ്രക്ഷോഭങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുകയും ചെയ്യുന്നത്. ഇത് അനേകം മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണ്. ഞാൻ അതിൻ്റെ പ്രാഥമികമായ പ്രാധാന്യത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. എന്തുകൊണ്ട് NEP എതിർക്കപ്പെടണം എന്ന കാര്യം വളരെ കഴിയുന്നത്ര ലളിതമായി പറയാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിയത്. ഇത് ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി. നിങ്ങളെല്ലാവരും ഈ മഹാസമരത്തിൻ്റെ ഭാഗമായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് കക്ഷികൾക്കൊക്കെ അതീതമായൊരു സമരമാണത്. വരുന്ന തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു സമരമാണത്. ആ വരുന്ന തലമുറയെ രക്ഷിക്കാനുള്ള സമരത്തിൽ അമ്മമാരെന്ന നിലയിൽ, അച്ഛന്മാരെന്ന നിലയിൽ, ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തികളും എന്ന നിലയിൽ നമുക്ക് പങ്കെടുത്തേ തീരൂ. ആ തീരുമാനം ആണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രധാനമായുള്ളത്. ആ തീരുമാനമാണ് ഒരുപക്ഷെ നമ്മുടെ വരുന്ന തലമുറകളെ രക്ഷിക്കാൻ പോകുന്നതും പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ നടത്തിപ്പ് അസാധ്യമാക്കാൻ പോകുന്നതും. ആ പ്രതീക്ഷയോടെ ഞാൻ ഈ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.